അങ്ങനെ ഞാനും ട്രൈ ചെയ്തു പൈവോളി ചിക്കൻ ഫ്രൈ. വറ്റൽ മുളക് ചൂടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുവന്നുള്ളി ഇതെല്ലാം ഇട്ടിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ആക്കി എടുക്കണം. എന്നിട്ട് ആ പേസ്റ്റിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവിനനുസരിച്ച്, പിന്നെ ഗരം മസാല ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കണം. എന്നിട്ട് അതിൽ നിന്നൊരു പോർഷൻ എടുത്ത് നമ്മുടെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. ബാക്കിയുള്ളത് നമ്മൾ തേങ്ങയായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ തേച്ച് പിടിപ്പിച്ച ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഈ ചിക്കൻ ഓരോന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അതേ എണ്ണയിൽ തന്നെ കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും കൂടെ നമ്മൾ വറുത്ത് കോരണം. അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ തേങ്ങയില്ലേ, തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് വറുത്ത് കോരണം. എന്നിട്ട് അതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പൊരിച്ചു വെച്ചതും വറുത്ത് കോരിയതും എല്ലാം കൂടെ ടോപ്പ് ചെയ്ത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഭർത്താവിനെ കൊണ്ട് കൊടുക്കാം. എന്റെ ചിക്കൻ ഫ്രൈ റെസിപ്പി പറയൂ. ഒറിജിനൽ റിവ്യൂ പറയണേ. യെസ്, വീഡിയോക്ക് വേണ്ടി പറയണ്ട, ശരിക്കും പറ. കാര്യത്തില് പറഞ്ഞാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ റെസിപ്പി എന്താ? ഇതാണ് പയ്യോളി ചിക്കൻ ഫ്രൈ. അടിപൊളിയാണ്.